ഹലോ ഫ്രണ്ട്സ്. ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. ശാലിനി ഇത്രയും ദിവസം തന്റെ വിഷ്ണുവേട്ടന് വേണ്ടി കാത്തിരുന്നിട്ട് ഒടുവിൽ ശാലിനിയെ തേടിയെത്തിയത് വിഷ്ണുവിന്റെ മരണ വാർത്തയായിരുന്നു. രേഷ്മ എല്ലാ സത്യങ്ങളും മറച്ചു വെച്ചതിന്റെ പേരിൽ ശാലിനിക്ക് രേഷ്മയോട് വല്ലാത്ത പക തോന്നിയെങ്കിലും തന്റെ വിഷ്ണുവേട്ടന്റെ അവസാന നിമിഷങ്ങളിലും അവസാന നാളുകളിലും തന്നെ ആ കൂട്ടത്തിൽ നിന്ന് നിർത്താൻ പോലും കഴിയാതെ, അവസാനമായി ഒന്ന് കാണാൻ പോലും സാധിക്കാതെ എന്നേക്കുമായി തന്നിൽ നിന്ന് വിഷ്ണുവേട്ടനെ അകറ്റിക്കളഞ്ഞതിന്റെ ഒരു രോഷം ശാലിനിക്ക് രേഷ്മയോട് ഉണ്ടായി. എന്നാൽ അത് ശാലിനി തൽക്കാലം അതിനെ മറന്നു കളയാൻ ശ്രമിച്ചു. കാരണം വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് വിഷ്ണുവിന്റെ അവയവങ്ങൾ മറ്റ് 5 ജീവനുകൾക്ക്, മറ്റ് 5 വ്യക്തികൾക്ക് പുതിയൊരു ജീവിതം നൽകാനായിട്ടുള്ള ഒരു അവസരമാക്കി മാറ്റി, ഒരു ഒരു അവസരം കൊടുത്തു എന്നത് വലിയ സന്തോഷം നൽകിയ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ വിഷ്ണുവേട്ടന്റെ ഹൃദയം മാറ്റിവെച്ചിരിക്കുന്നത് ആർക്കാണ്? തനിക്ക് വേണ്ടി മാത്രം ഇടിച്ചുകൊണ്ടിരുന്ന ആ ഹൃദയം ഇപ്പോൾ ആരുടേതാണ്? അയാളെ ഒന്ന് കാണാൻ തന്റെ വിഷ്ണുവേട്ടന്റെ ഹൃദയം ആ ശരീരത്തിൽ ഇരുന്ന് ഇപ്പോഴും ഇടിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അയാളെ ഒന്ന് കാണാൻ ഒരു മോഹം ശാലിനിയുടെ മനസ്സിലുണ്ടായത്. അതുകൊണ്ട് അക്കാര്യം ശാലിനി രേഷ്മ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടാണ് സത്യാമ്മയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോഴും ശാലിനിയെ കാണുവാനായി എത്തിയ പ്രകാശൻ തന്റെ നീക്കം അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. ചന്ദ്രയ്ക്ക് വേണ്ടി തൻ്റെതായ ഒരു ശ്രമം പ്രകാശൻ തനിച്ചു നടത്തി. അങ്ങനെ മാണിക്കോത്തേക്ക് പ്രകാശൻ എത്തുകയും അവിടെ തന്റെ പ്രിയപ്പെട്ടവളായ ചന്ദ്രയ്ക്ക് വേണ്ടി മഹേന്ദ്രനോട് വിവാഹാലോചന നടത്തുവാനായിട്ട് എത്തിയതായിരുന്നു. മുകളിൽ ബാൽക്കണിയിൽ നിന്നിരുന്ന ചന്ദ്ര ഓട്ടോയിൽ വന്ന് ഇറങ്ങിയ പ്രകാശിനെ കണ്ടതും വേഗം തന്നെ താഴേക്ക് ഓടിയെത്തി. എന്തിനാ പ്രകാശ്, നീ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ച് പ്രകാശിന്റെ അരികിലെത്തി ആശങ്കയോടെ ചോദിക്കുന്ന ചന്ദ്രയോട്, ഞാൻ നിന്നെ സ്വന്തമാക്കുന്നതിന് വേണ്ടി നിന്നെ വിവാഹം കഴിച്ചു തരുമോ എന്ന് ചോദിക്കാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞ് പ്രകാശ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് നിർമ്മല ഇറങ്ങി വന്നു. ആരാ മോളെ ഇത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ മഹേന്ദ്രൻ പോകാനായിട്ട് അവിടേക്ക് ഇറങ്ങി വന്നതും മഹേന്ദ്രൻ അപ്രതീക്ഷിതമായി അവിടെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് ആരാണിതെന്ന് നിർമ്മലയോട് അന്വേഷിച്ചു. അപ്പോഴേക്കും പ്രകാശൻ സ്വയം മഹേന്ദ്രനെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. താൻ ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസ് ചെയ്യുകയാണെന്നും താനൊരു ഡോക്ടറാണെന്നും താൻ വന്നത് ഒരാലോചനയുമായിട്ടായിരുന്നു എന്നുകൂടി പ്രകാശൻ അറിയിച്ചപ്പോൾ എന്താലോചന എന്നായിരുന്നു പ്രകാശിനോടുള്ള മഹേന്ദ്രന്റെ അന്വേഷണം. താൻ വന്നിരിക്കുന്നത് ചന്ദ്രയുമായിട്ട് ഒരു വിവാഹാലോചന നടത്താനാണ് എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രയുടെ വിവാഹം ഏകദേശം ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണെന്ന് അറിയിച്ചതും അത് ഞാൻ അറിഞ്ഞുവെന്നും അതുകൊണ്ടാണ് ഞാൻ ചന്ദ്രയെ വിവാഹാലോചിച്ച് ഇവിടേക്ക് വന്നത്. എനിക്ക് ചന്ദ്രയെ ഇഷ്ടമാണ്, ചന്ദ്രയ്ക്ക് എന്നെയും ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹവുമുണ്ട്. അക്കാര്യം എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ആ ഒരു ചടങ്ങ് നടത്തുന്നതിനെ കുറിച്ച് സംസാരിക്കാനാണ് താൻ വന്നതെന്ന് അറിയിച്ചപ്പോൾ മഹേന്ദ്രൻ ഇങ്ങനെ ഒരു ആലോചന നടത്തുമ്പോൾ അകത്ത് കയറുന്ന സംസാരിക്കണമെന്ന് പറഞ്ഞ് പ്രകാശിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം അച്ഛനമ്മമാരോട് വിവരങ്ങൾ പറഞ്ഞ് അവരെ ഇവിടേക്ക് പറഞ്ഞയക്കാനും അവര് വന്ന് മുറപ്രകാരം വിവാഹം ആലോചിക്കട്ടെ എന്നും മഹേന്ദ്രൻ അറിയിക്കുമ്പോൾ പ്രകാശൻ വേദനയോടെ തനിക്ക് അച്ഛനും അമ്മയും ഇല്ല എന്നും അവരോട് വെള്ളപ്പൊക്കത്തിൽ മരണപ്പെട്ടുവെന്നും അതുകൊണ്ട് ഒരു ഉരുൾപൊട്ടലിൽ അവർക്ക് മരണം സംഭവിച്ചുവെന്നും അതുകൊണ്ട് തന്റെ ഇപ്പോഴത്തെ പഠനവും മറ്റു കാര്യങ്ങളും നോക്കുന്നത് ശാലിനി മേഡമാണ്. ഞാൻ ശാലിനി ചേച്ചി എന്നാ വിളിക്കുന്നത്. ഇവിടുത്തെ ജില്ലാ കളക്ടർ ശാലിനി മേഡമാണ് ഇപ്പൊ എന്റെ ഗാർഡിയൻ. മേഡവുമായി സംസാരിച്ചിട്ട് ഞാൻ മേഡത്തെയും കൂട്ടി ശാലിനി ചേച്ചിയും കൂട്ടി ഇവിടേക്ക് വരാമെന്ന് പ്രകാശൻ അറിയിച്ചു. അത് കേട്ടതോടെ മഹേന്ദ്രന്റെ മനസ്സിലെ പക ഇരട്ടിയായി. ശാലിനിയോടുള്ള തന്റെ വിദ്വേഷവും അതോടൊപ്പം തന്നെ ഇപ്പോ തന്റെ മകൻ ശാലിനിയുടെ വീട്ടിലാണ്. ഇപ്പതാ തന്റെ മകളെ കൂടി ശാലിനി തട്ടിയെടുക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലും തന്റെ മക്കളെ തന്നിൽ നിന്ന് അകറ്റാനുള്ള ശ്രമം നടത്തിയിരിക്കുന്ന ശാലിനിയോടുള്ള വിദ്വേഷം മനസ്സിലുള്ളതിനാൽ മഹേന്ദ്രൻ ഒറ്റ ശ്വാസത്തിൽ ഉറക്കെ പറഞ്ഞു, ഒരു കാരണവശാലും ഈ വിവാഹം ഞാൻ നടത്തുകയില്ല എന്ന്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നീയുമായിട്ട് ഈ വിവാഹത്തിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിനക്ക് എന്ത് യോഗ്യതയടാ ഈ മഹേന്ദ്രന്റെ മകളെ വിവാഹം കഴിക്കുവാനുള്ളത്? പിന്നെ ശാലിനി, അവളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളുമായിട്ടും ഒരു ബന്ധത്തിനും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ ശബ്ദമുയർത്തിയതും ഉടനെ മഹേന്ദ്രനോട് പ്രകാശൻ വെല്ലുവിളി ഉയർത്തി. നിങ്ങളുടെ മകളെ ഞാൻ തന്നെ വിവാഹം കഴിച്ചിരിക്കും, നിങ്ങൾ തന്നെ എന്നെ സ്വീകരിക്കും. അന്ന് നിങ്ങൾ ഈ പറഞ്ഞതിന്റെയൊക്കെ കുറ്റബോധം അന്ന് നിങ്ങളെ വേട്ടയാടുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടാ, ഇല്ലേ നീ എന്നെ തല്ലു വാങ്ങിച്ച് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് മഹേന്ദ്രൻ പ്രകാശിനോട് തട്ടിക്കയറി. ഒടുവിൽ പ്രകാശൻ അവിടെ നിന്ന് പോകാനായിട്ട് ചന്ദ്ര അറിയിക്കുമ്പോൾ പ്രകാശൻ പുറത്തേക്ക് ഇറങ്ങിയതും അവിടെ നിന്ന് ചന്ദ്രയുടെ കർണത്തടിച്ച് മഹേന്ദ്രൻ പറഞ്ഞു, അതെ, നിന്റെ ചേട്ടൻ അവനവന്റെ തോന്നും വഴിക്ക് പോയി. എന്നാലേ പൊന്നുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടന്നതാണ് നിന്നെ ഞാൻ. നിനക്ക് ആപത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ, നീ അരുതാത്ത എന്തെങ്കിലും തീരുമാനം എടുത്താൽ
അതിന് ഈ അച്ഛൻ കൂട്ടു നിൽക്കില്ല. അതിനോട് ശക്തമായി അച്ഛൻ്റെ എതിർപ്പും ഉണ്ടാകും. എൻ്റെ പൊന്നുമോള് എന്തായാലും ഇങ്ങനെ ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണുക പോലും വേണ്ട. നിന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു തരാൻ, നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ അതൊന്ന് സാധിച്ചു തരാൻ പോലും നിവൃത്തിയില്ലാത്ത ഇങ്ങനെ ഒരു ദരിദ്ര ബാലന്റെ ഇങ്ങനെ ഒരു ദരിദ്ര ബാലന്റെ വീട്ടിലേക്ക് കയറാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മോൾക്ക് വേണ്ട ജീവിതം എങ്ങനെയുള്ളതാണെന്ന് എനിക്കറിയാം. ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതേ നടക്കൂ എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ ശബ്ദമുയർത്തി അടുത്തു നിന്ന് ചന്ദ്രയെ ഭയപ്പെടുത്തുമ്പോഴേക്കും എല്ലാം കേട്ട് ആകെ ഭയന്ന് നിൽക്കുന്ന നിർമ്മല എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കപ്പെട്ടു നിന്നു. അപ്പോഴായിരുന്നു ശിവനും കമലിനും കൂടി സോമശേഖരന്റെ വീടിന്റെ മുന്നിലേക്ക് വന്നെത്തിയത്. വണ്ടി നിർത്തിയിട്ട് കമലിനോട് ഇയാൾ എത്ര രൂപ തരാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ 2-3 പലിശ കുടിശ്ശികയാണിപ്പോ ആശാനെ എന്ന് കമലൻ മറുപടി നൽകി. എന്തായാലും ഞാൻ അയാളെ കണ്ടിരുന്നു. ബാറിൽ അന്വേഷിച്ചപ്പോഴേ അയാള് അവസാനത്തെ പെഗും മോന്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. കുപ്പിയായിട്ട് പോന്ന ആ സോമശേഖരനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് എത്രയും പെട്ടെന്ന് തന്നെ അയാളുടെ കയ്യിൽ നിന്ന് ഉണ്ടായിരുന്ന പലിശ തുക മുഴുവൻ പിടിച്ചു മേടിക്കണം ആശാനെ എന്ന് കമലൻ കൂടി പറഞ്ഞപ്പോൾ എന്തായാലും അതിനാണല്ലോ നമ്മൾ വന്നത്. ഉടനെ തന്നെ ഇതിനൊരു പരിഹാരം നമ്മൾ ഉണ്ടാക്കുമെന്ന് കമലിനെ ശിവൻ ആശ്വസിപ്പിച്ചു. പെട്ടെന്ന് തന്നെ ഇതിനുള്ള പരിഹാരം നമുക്ക് അയാളെ പോയിന്ന് കാണാമെന്ന് പറഞ്ഞ് വീണ്ടും അയാൾ വാതിലിൻ്റെ കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ആ വീടിൻ്റെ കോളിംഗ് ബെൽ അടിച്ചപ്പോഴേക്കും ആ സ്ത്രീ വന്ന് വാതിൽ തുറന്നു. ആരാണെന്ന് ചോദിച്ചത് കൊണ്ട് ഞങ്ങൾ പണം മേടിക്കാനായിട്ട് പണത്തിൻ്റെ ഇടപാട് സംസാരിക്കാൻ വന്നതാണെന്നും ഒന്ന് വരാൻ പറഞ്ഞാൽ മതി എന്ന് അറിയിച്ചതും ഉടനെ സോമശേഖരൻ ആ സ്ത്രീയുടെ നേരെ തട്ടിക്കയറി. നീ എന്തിനാ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞെന്ന് ചോദിച്ച് മുറിയിലേക്ക് വന്ന ആ സ്ത്രീയോട് അവർ വല്ലാതെ ബഹളം വയ്ക്കുന്നു. അങ്ങനെ സോമശേഖരന്റെ വഴക്ക് അകത്ത് കയറി വരുന്ന കമലൻ കൃത്യമായി വീശിച്ചു. ഇക്കാര്യം ശിവനോട് കമലൻ അറിയിക്കുകയും ചെയ്തു. സോമശേഖരൻ തല്ലുവാങ്ങിച്ചു വന്ന ഭാര്യയുടെ മുഖം കണ്ടുകൊണ്ട് ശിവൻ ചോദിച്ചു, വീട്ടിലില്ലാത്ത ആള് പിന്നെ നിങ്ങളെ കർണത്തിനിട്ട് അടിച്ചതെങ്ങനെയാണ്? അതും വീട്ടില് മദ്യപിച്ച് അവശനായി കിടക്കുന്ന ഒരാള്. അയാളുണ്ട് എന്ന് നിങ്ങൾ ആദ്യം സമ്മതിച്ചു. അയാളെ വിളിക്കാൻ ചെന്നപ്പോൾ അയാൾ നിങ്ങളുടെ കർണം അടിച്ചു പോകുകയും ചെയ്തു. എന്നിട്ടും നിങ്ങൾ ആ സത്യം എല്ലാവരുടെയും മുന്നിൽ മറച്ചു വയ്ക്കാൻ നോക്കുകയാണോ എന്ന് ചോദിച്ച് ശിവൻ ആ സ്ത്രീയോട് നിങ്ങൾ കളമ പറയണ്ടായിരുന്നു എന്ന് അറിയിച്ചതോടെ ശിവനാകെ നാണം കെട്ട് ശിവന്റെ മുന്നിലാകെ നാണം കെട്ട ആ സ്ത്രീ നിൽക്കുമ്പോഴേക്കും സോമശേഖരനെ മുറിയിൽ ചെന്ന് പിടിച്ചുകൊണ്ട് വരികയാണ് ശിവൻ. ഇത്രയൊക്കെ മതിയെന്നും ഇതിൽ കൂടുതൽ തെളിവൊന്നും തനിക്ക് വേണ്ട എന്നും പിന്നെ ഈ ചെയ്തതിന് അയാൾക്കുള്ള തിരിച്ച് താൻ കൊടുത്തോളാമെന്ന് പറഞ്ഞ് ശിവൻ അപ്പോൾ തന്നെ സോമശേഖരന്റെ കർണത്തിലിട്ടൊന്ന് കൊടുത്തു. അതിനുശേഷം ആ സ്ത്രീയെ ഉപദ്രവിച്ചതിനും ശിവൻ തല്ലു കൊടുത്തു. ഈ സമയത്ത് സോമശേഖരനെ എടുത്ത് ഇടിക്കുന്ന കാഴ്ച കണ്ടതോടെ ആ സ്ത്രീ തൻ്റെ കഴുത്തിൽ കിടങ്ങുന്ന താലിമാല ഊരി ശിവനും കമലിനുമായിട്ട് നൽകി. ഇതുമായിട്ട് നിങ്ങൾ പൊയ്ക്കോ, ഇനി ബാക്കി തുക എങ്ങനെയെങ്കിലും ഞാൻ ഏൽപ്പിച്ചോളാം, എങ്ങനെയെങ്കിലും റെഡിയാക്കി തന്നോളാം, ഇത് മാത്രമേ ഇപ്പം എൻ്റെ പക്കലുള്ളെന്ന് പറഞ്ഞ് ആ സ്ത്രീ ആ മാല കൊടുക്കുമ്പോൾ ഇത് കണ്ട ശിവൻ സോമശേഖരന് നേരെ തിരിഞ്ഞു. നിങ്ങളുടെ ജീവന് വേണ്ടി ഈ സ്ത്രീ കാണിക്കുന്ന കണ്ടില്ലേ, നിങ്ങളെ തല്ലുന്ന കണ്ടപ്പോൾ അവർക്ക് സഹിച്ചില്ല. പക്ഷേ താൻ അതിനും കൂടി ആ പാവത്തിനിട്ട് തല്ലുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ ഇനി ഇവരുടെ ദേഹത്ത് താൻ ഈ രീതിയിൽ തല്ലുകയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ഇതായിരിക്കില്ല ശിവന്റെ സ്വരൂപമെന്ന് പറഞ്ഞ് ശിവൻ ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, അതെ പെങ്ങളെ, ഇനി ഇയാൾ നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിച്ചു എന്നറിഞ്ഞാൽ ആ നിമിഷം എന്നെ അറിയിച്ചാൽ മതി. ഇയാൾക്ക് വേണ്ട ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ സോമശേഖരൻ ശിവന് നേരെ വെല്ലുവിളി ഉയർത്തി. അതെ കാക്കിയോടാ നീ ഈ വെല്ലുവിളി ഉയർത്തുന്നത് മറക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് നിന്ന കാക്കി യൂണിഫോം ഇട്ടാൽ എന്താടാ അതിലെന്തേടാ പ്രശ്നമുള്ളത്? കാക്കിക്കാരെന്താ മനുഷ്യരല്ലേ? പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്നേക്കാളും തന്നെക്കാളും മുകളിലുള്ള റേഞ്ചിലുള്ള ആളുകളോടാണ്, പോലീസുകാരോടാണ് ഏറ്റുമുട്ടി എനിക്ക് ശീലവും. അതാണ് എനിക്ക് സന്തോഷം. പിന്നെ പോലീസ് എന്ന് പറയുന്നത് പണ്ട് മുതൽ തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് വല്ലാതെ ചോരത്തിളപ്പ് കൂടുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ തൽക്കാലത്തേക്ക് ഞാൻ വെറുതെ വിട്ടത് ഈ സ്ത്രീയെ ഓർത്ത് മാത്രം എന്ന് പറഞ്ഞു ശിവൻ കമലിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ വാടാ നമുക്ക് പോകാം. അങ്ങനെ ശിവൻ കമലിനെ വിളിച്ചിട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും കമലിൻ്റെ മനസ്സിലേക്ക് അന്ന് വിഷ്ണു ചെയ്ത പോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഓർമ്മ വന്നത്. പാവങ്ങളുടെ വീട്ടിൽ വന്ന് അവർ പലിശയ്ക്ക് വാങ്ങിയ പണം തിരിച്ചു ചോദിക്കുമ്പോൾ അവരുടെ കണ്ണ് നിറയുകയും അതിനെപ്പറ്റി അവർ വേദനയോടെ അവരുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച് സങ്കടത്തോടെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ശിവന്റെ മനസ്സിൽ അതുപോലെ പണ്ട് വിഷ്ണുവിൻ്റെ മനസ്സിലും വല്ലാത്ത അലിവ് തോന്നിയിരുന്നു.
അതേ അലിവ് തന്നെ ഇപ്പോൾ ശിവന്റെ മുഖത്ത് കണ്ടത് അത് കമലിനെ വല്ലാതെ അതിശയമുളവാക്കി. കമലിന് അതിശയത്തോടെ ശിവനെ നോക്കുമ്പോൾ ശിവൻ കമലോട് ചോദിച്ചു, നിനക്കെന്താടാ പറ്റിയത്? നീ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശിവനോട് കമലൻ കാര്യം പറഞ്ഞു. എൻ്റെ ആശാന്റെ അന്നത്തെ സ്വഭാവം പോലെയാണ് ഇന്ന് ആശാൻ സംസാരിച്ചതും പ്രവർത്തിച്ചതുമൊക്കെ. ശരിക്കും ആശാന് എന്തോ എന്തൊക്കെയോ ഒരു സാമ്യം ഉള്ളതുപോലെ എൻ്റെ വിഷ്ണു ആശാനോട് എന്ന് പറഞ്ഞപ്പോൾ, അല്ല എനിക്കൊരു സംശയം ചോദിച്ചാൽ അത് സത്യമായിട്ട് പറയുമോ? അവിടെ ഒരു ഡയലോഗ് പറയുകയുണ്ടായല്ലോ. ആ ഡയലോഗ് ഇപ്പൊ പലരും കാണാപ്പാഠം പഠിച്ചിട്ടും ഉണ്ടാവും. എന്താ അത്? അതൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ശിവനും വിഷ്ണുവും തമ്മിലുള്ള പെരുമാറ്റത്തിലെ സാമ്യം തോന്നുന്നതൊക്കെ ഓർത്ത് കമൽ അതിശയപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശാലിനി ആവശ്യപ്പെട്ടത് പ്രകാരം രേഷ്മ സത്യങ്ങൾ കണ്ടെത്താനായിട്ട് വിഷ്ണുവിൻ്റെ അവയവങ്ങൾ ആരാണ് ഏറ്റുവാങ്ങിച്ചത്, ആർക്കൊക്കെയാണ് നൽകിയത് എന്നറിയാൻ മധുരയിലെ ആ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. അവിടെ വന്ന് ഡോക്ടറെ രേഷ്മ കാണാനിടയായിരുന്നു. ഡോക്ടറോട് രേഷ്മ തൻ്റെ ആവശ്യം അറിയിച്ചു. അന്നത്തെ ആ അവയവങ്ങളൊക്കെ ആർക്ക് എവിടെയൊക്കെ കൊടുത്തതെന്ന് തനിക്കറിയില്ലായിരുന്നു. പക്ഷേ അതിവിടെ നിന്ന് പല ഹോസ്പിറ്റലിലേക്ക് ഇവിടെ നിന്ന് പല ഹോസ്പിറ്റലുകളിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അവിടുത്തെ രോഗികൾക്കാണ് ഈ അവയവങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തതെന്നുള്ള കാര്യം ഡോക്ടർ വെളിപ്പെടുത്തി. അതോടെ രേഷ്മ സത്യം അറിയാനായിട്ട് തനിക്ക് ഏതൊക്കെ ഹോസ്പിറ്റലുകളിലേക്ക് അത് കൊണ്ടുപോയെന്ന് മാത്രമെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഒടുവിൽ അയാൾ അങ്ങനെ ഒരു സഹായം ചെയ്യാൻ തയ്യാറായി. രേഷ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് രേഷ്മയോട് അവിടെ ഏതൊക്കെ ഹോസ്പിറ്റലുകളിലേക്കാണ് വിഷ്ണുവിൻ്റെ അവയവങ്ങൾ കൊണ്ടുപോയതെന്നുള്ള ലിസ്റ്റ് രേഷ്മയ്ക്ക് നൽകുന്നു. അതിലൂടെ രേഷ്മ വീണ്ടും അന്വേഷണം തുടർന്നു. അതിൽ വിഷ്ണുവിൻ്റെ ഹൃദയം മാറ്റിവെച്ചത് ഏത് ഹോസ്പിറ്റലിലേക്കാണ് എന്ന് അതിൽ നിന്ന് കൃത്യമായി കണ്ടെത്തി. ഒടുവിൽ ആ ഹോസ്പിറ്റലിലേക്ക് രേഷ്മ എത്തി. അവിടുത്തെ ഹോസ്പിറ്റൽ അധികൃതരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ വിഷ്ണുവിൻ്റെ ഹൃദയം മാറ്റിവെച്ച ആളുടെ ഡീറ്റെയിൽസ് രേഷ്മയ്ക്ക് കണ്ടെത്താൻ സാധിക്കണം. ആ ഫോട്ടോ കണ്ടതും മലയാളിയായ ഒരാൾക്ക്, അതും തൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരാൾക്കാണ് വിഷ്ണുവിൻ്റെ ഹൃദയം കൈമാറിയിരിക്കുന്നുള്ള സത്യം രേഷ്മ തിരിച്ചറിയുകയും രേഷ്മ അയാളുടെ ഫോട്ടോ സഹിതം കാണുന്നു. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ വലിയൊരു മേജർ സർജറി തന്നെ നടന്നത് എങ്ങനെയാണെന്നും അത് വിഷ്ണുവിൻ്റെ ഹാർട്ടാണ് തനിക്ക് വെച്ചിരിക്കുന്നതെന്നുള്ള സത്യം അറിയാതെ ശിവൻ അങ്ങനെ ആ കുടുംബത്തിന് വേണ്ടി ഒരു മകനെ പോലെ പ്രയത്നിക്കുന്നു. അപ്പോഴാണ് ശിവൻ ആ വീട്ടിലേക്ക് എത്തിയത്. ശിവൻ രാഘവൻ നായർ അരികിലെത്തുമ്പോൾ രാഘവൻ നായർ മരുന്ന് കഴിക്കാൻ കൂട്ടാക്കാതെ ആകെ വാശി പിടിച്ചങ്ങനെ ഇരിക്കുമ്പോൾ അരികിലേക്ക് എത്തിയ ശിവൻ രാഘവൻ നായരെ സമാധാനപ്പെടുത്തുന്നു. അച്ഛൻ എന്തായി കാണിക്കുന്നത്? ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാലേ അച്ഛൻ്റെ ആരോഗ്യത്തിന് മോശമാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ, എന്തിനാടാ ഞാൻ ഈ മരുന്ന് കഴിക്കുന്നത്? എനിക്കതിന് ആവശ്യമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ശിവൻ രാഘവൻ നായരെ സമാധാനപ്പെടുത്തുന്നു. അച്ഛാ, ഇപ്പം ഈ മരുന്ന് കഴിക്കുന്ന അച്ഛന് അസുഖം ഉണ്ടായിട്ടല്ല, അച്ഛന് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ്, അതിനുവേണ്ടി ഈ മരുന്ന് കഴിക്കുന്നത് എന്ന് പറഞ്ഞതും അങ്ങനെയാണ് താൻ കഴിക്കാമെന്ന് ശിവന് രാഘവൻ നായർ വാക്ക് നൽകുന്നു.